എടാ നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തെ? എത്ര പ്രാവശ്യം പറഞ്ഞു ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ടാന്ന്? പഠിക്കേണ്ട സമയത്ത് പോയിരുന്ന് പഠിച്ചാൽ മതി. അതിന്റെ ഇടയിലാന്നോള് സ്കൂളിലെ കാര്യം ക്ലാസ്സിലെ കാര്യം എന്നുണ്ട്. എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട, പോയി പഠിച്ചാട്ടെ. അമ്മ വൈകുന്നേരം മുതൽ ഞാൻ പഠിക്കുമല്ലേ ഇന്ന്. പ്ലീസ് അമ്മേ, അമ്മ ഒന്ന് എങ്ങനാ? പറ്റത്തില്ല. നോ എന്റർടൈൻമെന്റ്. ഒരു കാര്യം പറയാനും പുറത്തേക്ക് ഇറങ്ങിപ്പോരുത്. പോയി പഠിച്ചോ. ആടി അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓഫീസിലെ കാര്യം നിനക്ക് അറിയുന്നതന്നെയല്ലേ. ഇന്നലെ ഓളൊരു അടിപൊളി സാരി കൊടുത്തിട്ട് വന്നിനി. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ നാളെ ചോദിക്കണ്ടൊക്കെ ചോദിക്കും. എനക്കങ്ങനെ പേടിയൊന്നുമില്ല. അമ്മ ഒരു ഡൗട്ട്. ഗൗരി നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്നു പഠിച്ചാട്ടെ. ഞാനിവിടെ ഫോൺ ചെയ്യുന്നതാണെന്നില്ലേ? നീ പറ. ഇല്ല, അവളെന്തോ കാര്യം ചോദിക്കാൻ വെറുതെ വന്നതാ. അല്ല, വെക്കുവാണോ? എന്നാ ശരി. ഇവിടെ ഇന്ന് ഞാൻ ഗൗരി വന്ന് നിനക്ക് തീരെ മാനേഴ്സ് ഇല്ലാണ്ടായോ? ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ നിന്റെ ഓരോ ഡൗട്ട്? ഒരു വിവരവും ഇല്ല. ഗൗരി ഗൗരി ഇന്ന് ആരെ കൂടെ നീ ബസ് സ്റ്റോപ്പിൽ സംസാരിച്ചിരിക്കുന്നുണ്ടേ? അതിന്റെ ക്ലാസ്സിൽ ചെക്കനാ അമ്മ ആരോമലി. ഓന് ബസ് ഉണ്ടായിട്ടില്ല, അവിടെ എന്റെ അപ്പുറം സംസാരിച്ചിരുന്നേ. ഓളൊരു സംസാരം. നാണമില്ലേ നിനക്ക് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ? അതും ഒരു ചെക്കനോട്. എന്തിനാ നാണം? ഓന്റെ ഫ്രണ്ട് അല്ലേ, നമ്മളെപ്പോഴും ക്ലാസ്സിൽ സംസാരിക്കാറുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നതൊന്നും കേൾക്കും വേണ്ട. ഓളെ എല്ലാത്തിനും ഒരു തർക്കുത്തരം. അമ്മേ അമ്മേ നമ്മളെ നിവേദില്ലേ? അമ്മേ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മ എന്നാ എപ്പോഴും ഇങ്ങനാ? എപ്പോ നോക്കിയാലും ഫോണില്, എപ്പോ നോക്കിയാൽ പഠിക്കാനും പറയും. അമ്മ എന്നാ ഇങ്ങനാ? അമ്മക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, എപ്പോ നോക്കിയാൽ ചീത്ത പറയല്ലോ. അല്ല കുട്ടി, ഞാൻ ഇവിടുന്ന് ഓഫീസിൽ വന്നിട്ട് കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയാ. എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിച്ചാട്ടെ. ഗൗരി നിനക്കിന്ന് വട്ടായോ? നീ എന്ത് നന്നാവാത്തെ? ഗൗരി നീ ഓളെ കണ്ടു പഠിക്ക്. ഒരു കാര്യത്തിനും കൊള്ളൂല. നീ പഠിക്കാനുള്ളത് പഠിച്ചാ നീ എപ്പോഴും എന്നെ ഒന്ന് നന്നാവാ. ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്താ. ഗൗരി നീ റൂമിനുള്ളിൽ പുറത്തിറങ്ങി പോരുത്. അധികം കളിച്ചാലും നിന്നെ ഞാൻ ബോർഡിങ് കൊണ്ടാക്കും. അമ്മേ ഹലോ ഹലോ വഞ്ചേച്ചി, മോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് എത്തിയാ? ഓള് നേരത്തെ എത്തിയല്ലേ. ഇന്ന് നേരത്തെ വിട്ടിന് പോലും, മാഷ്ക്ക് എവിടെയോ പോവാനുണ്ട് പോലും. അയ്യോ വഞ്ചേച്ചി, മോൾ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് കയ്യും കാലം വരച്ചിട്ട് പാടില്ല. നീ പേടിക്കൊന്നും വേണ്ടണേ, ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു നോക്കട്ടെ. മോളെ മീനു, ഗൗരി ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലേ? ഇല്ലമ്മേ, ഗൗരി ഇന്ന് ആബ്സെന്റ് ആയിരുന്നു, ഓളിന്ന് വന്നിട്ടില്ല. ചേട്ടാ, മോൾ ഇതുവരെ വന്നിട്ടില്ല. ഓളെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ട്യൂഷന് പോയിട്ടില്ല എന്നാ പറഞ്ഞേ. എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്താ വേണ്ടത് ഒറ്റക്ക്? നീ എന്താണ് മായ പറയുന്നത്? ഓള് വന്നിട്ടില്ല. എനിക്ക് ഇപ്പൊ നീ എന്നെ വിളിച്ചു പറയുന്നത്? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അന്വേഷിക്കട്ടെ. മോളറിങ്ങിക്കോ. എവിടെയായിരുന്നടി നീ ഇത്തിരി നേരം? ഇങ്ങോട്ട് കേറി വാ. നിന്നെ ഇന്ന് ഞാൻ ചേച്ചി, ഓളെ നിങ്ങൾ ചീത്തൊന്നും പറയണ്ട. മോളാത്തേക്കോ. നവീനെ, നിനക്ക് എവിടുന്നാണ് ഇവളെ കിട്ടിയേ? ഇവിടെ എവിടുന്നാ കിട്ടുന്ന ചേച്ചിക്കറിയോ? റെയിൽവേ സ്റ്റേഷനാ. എന്ത്? റെയിൽവേ സ്റ്റേഷനാ? ഞാൻ അവിടെ ഇല്ലെങ്കിൽ ചേച്ചിയുടെ മോളിപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പോയാണ്. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ടാ അവൾ എൻ്റെ മുമ്പ് തന്നെ വന്നത്. എന്നാലും എടാ, ഇവളെങ്ങനെയാ?
അവളല്ല എന്നോട് പറഞ്ഞു ചേച്ചി. അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചേച്ചി ഒരു നല്ലൊരു പേരൻ്റേ അല്ല. ഓൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല പോലും. നിങ്ങൾ അവരോട് സംസാരിക്കാറില്ല, എപ്പോഴും വഴക്ക് പറയലാണ്. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കുട്ടി വീട് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി പേരൻ്റ് തന്നെയാണ്. അവൾ വളർന്നു വരുന്ന പ്രായ ചേച്ചി. കൂടെ ഇരുന്ന് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഒരു പേരൻ്റായ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കത് പറ്റുക? എന്നാൽ ഞാൻ ഇറങ്ങാം ചേച്ചി. ചേച്ചി പോയിട്ട് അവിടെ കൂടിയിരിക്കും. ഇനി അവളെ വഴക്കൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ശരി ചേച്ചി. ജീവിതത്തിലെ ആദ്യ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ്. പക്ഷെ വലുതാവുമ്പോൾ മിക്ക കുട്ടികളും അച്ഛനും അമ്മയിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നതായി കാണാം. ചികിത്സ വേണ്ടത് കുട്ടികൾക്കല്ല, അവരോടുള്ള സമീപനം മാറ്റാത്ത മാതാപിതാക്കൾക്കാണ്. കുട്ടി ശാസനകൾക്കൊപ്പം എല്ലാം തുറന്നു പറയാനൊരിടം, സ്നേഹത്തോടെയുള്ള സമീപനം, ഇതൊക്കെ മതി ഒരു കുട്ടി വഴിതെറ്റി പോകാതിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്തും വഴികാട്ടിയും നിങ്ങൾ തന്നെയാവട്ടെ.